ഇന്ന് രാവിലെ ഡോക്ടറുടെ ഫ്രണ്ട് മറ്റേ കക്ഷിയെ കണ്ടിരുന്നു കേട്ടോ. ആര്? ആ മാത്യു ചേട്ടനോ? ബബ്ലിംഗ് വിത്ത് എനർജി. യെസ് ഇന്ന് രാവിലെ എന്നെയും വിളിച്ചിരുന്നു. മഹേഷ് അവിടെ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ട് പേഷ്യൻസിന്റെ കാറ് പാർക്ക് ചെയ്യാൻ വല്ല കൺജഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വേക്കൻറ്റ് പ്ലോട്ട് എന്റെ തൊട്ടടുത്തുണ്ട്, അത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പ്രോആക്റ്റീവ് ഹെൽപ്പ് ആണല്ലോ. വെരി മച്ച്. ആഫ്റ്റർ ഓൾ എക്സ് സർവീസ് മാൻ അല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുമല്ലോ. ആ പിന്നെ മഹേഷ്, എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് പയ്യനെ ഞാൻ റൂമിലേക്ക് വിട്ടിട്ടുണ്ട്, ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞേ. നോക്കാലോ, ഡോക്ടർക്ക് നോക്കില്ലേ? ഒന്നും പറയണ്ട, ആ പയ്യൻ വന്നപ്പോ ഞാൻ ഡോക്ടർ ജോയിനെ ഏൽപ്പിച്ച് ചാടിയതാ. ഞാൻ വിടട്ടെ? ഓക്കെ, ഞാൻ നോക്കിട്ട് വിളിക്കാം. വരൂ, ഇരിക്കൂ. എന്താ പേര്? വിവേക്. എന്താ വിവേക് വിശേഷം, പറയൂ. ഡോക്ടർ, എനിക്ക് ഹൈഡ്രോസിലിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഞാനത് ഇഗ്നോർ ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. എത്ര കാലമായി ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? കുറച്ച് കൊല്ലമായി. എന്നിട്ട് ഏതെങ്കിലും സർജനെ കാണിച്ചോ? ഹേയ്. പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന്? ഞാൻ എൻ്റെ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 90% കാര്യങ്ങളും മാച്ചിങ് ആയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൺഫേം ചെയ്തു. ഗൂഗിൾ. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. വിവേക് തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ പാൻറ്റും അണ്ടർഗാർമെൻസും ഒക്കെ ഒന്ന് അയച്ചിട്ട് ആ ബെഡിലൊന്ന് കിടന്നാട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്, എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. ശബ്ദം കേട്ടേ? അത് വല്ല മരക്കം പൊടിഞ്ഞു വീണായിരിക്കും. ആടാ നീ ആശാനെ, ഒത്തണ്ടാ വണ്ടി കയറിക്കണു. എന്തിനാ വണ്ടി ചാടി കയറിയ? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ബാബു പിടിച്ചിറക്കണവനെ. ഓരോന്ന് വന്ന് കേറിക്കോളും. ഓരോരോ മാരണങ്ങൾ. എനിക്ക് വണ്ടിയിൽ പോണം, എനിക്ക് വണ്ടിയിൽ പോവാനോ. ആശാനെ, ഞാൻ കുട്ടിയെ കൊള്ളൂല, പിടിച്ചേക്കല്ലേ. എനിക്ക് വണ്ടിയിൽ പോണം. ബാബു അവനെവിടെ? വണ്ടി ചാടി കയറിയെന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ, അതിന്റെ ടയറിന്റെ അടിയിൽ അങ്ങനെ പെട്ടിരുന്നെങ്കിലോ? എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ, മനസ്സിന് സുഖമില്ലാത്ത ആളാ. വട്ട് കേസാണല്ലേ ബാബു. ഇറങ്ങ ഇറങ്ങ. ഇച്ചാൻ എന്തായാലും അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. നീ സമാധാനിക്കേ. നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരെ, അപ്പോഴേക്കും ഞാൻ അവനെ മാറ്റിക്കോളാം. ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോ അവനോട് കണ്ടേക്കരുത്. ഉണ്ടാവില്ല. ബാബു വാ. ഈ ലോറി കണ്ടപ്പോ ഇവനിത് എന്ത് പറ്റി? ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ. ഇച്ചാൻ ആ മാരണത്തെ ഓടിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ല. ആശാനെ, കയ്യിലെന്തോ ഇരിക്കുന്നു. എന്ത് ഒച്ച് തട്ടിക്കളടാ. അവിടെ നിങ്ങളുടെ കയറിയാണ്. ഡോക്ടറെ. യെസ്, കം ഇൻ. ഞാൻ കുറേ ദൂരേന്ന് വരിക. ഇരിക്കൂ. കുറേ ദൂരെന്ന് പറയുമ്പോ എവിടെയാ? കുറേ ദൂരെ, കുന്നും മലയും ഒക്കെ കയറി പോണം. ശരി, എന്താ ഉപ്പയുടെ പ്രശ്നം? എൻ്റെ മോനെ, ഓ നല്ല മിടുക്കനായിരുന്നു. കുറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല. ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഉപ്പ ഏത് ഡോക്ടറെ കാണാനാ കാർഡ് എടുത്തത്? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തേ? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. ഉപ്പ, ഇതെന്നെയല്ല കാണിക്കേണ്ടത്. സൈക്യാട്രിയിലോ ഡോക്ടർക്ക് കാർഡ് എടുത്താൽ മതി കേട്ടോ. സൈക്യാട്രി, മനസ്സിലായോ? ഡോക്ടറെ, നിങ്ങൾ മനസ്സ് വെച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
ഡോക്ടറെ ആ വാ. OT-ന്നൊരു കോൾ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച രമേശ് ഡോക്ടർ ലീവാ. പുള്ളിക്കാരൻ്റെ ചില സർജറീസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ OT ഉപയോഗിക്കാം. വേണേ 2 യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹലോ, വല്ല സീരിയസ് ഡിസ്കഷൻ ആണോ? ഏയ് ഒന്നുമില്ല. ഞാൻ മാഡത്തിനെ വിളിച്ചിരുന്നു. ഞാൻ കണ്ടു. പക്ഷേ അപ്പോൾ OP-യിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അല്ല, വിവേകിന് എന്താ ഹേണിയാണോ? യെസ്, റിപ്പോർട്ട്സ് കണ്ടില്ലേ? കണ്ടു. പക്ഷെ അയാൾ നല്ല കക്ഷിയാ. സിംറ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞ് 8 വർഷം കൊണ്ടുവരണം. കഷ്ടം. ഇപ്പൊ ഈ ഗൂഗിള് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ടിരിക്കുക. ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടേംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കൽ മാത്രമായിട്ടുണ്ട്. വെരി ട്രൂ. ഇനിയിപ്പോ എന്നാണ് അവ യൂട്യൂബ് നോക്കിയിട്ട് സർജറീസ് നടത്താൻ പോകുന്നത്? അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ്. അതെ, ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും, കാണുന്നവര് സിംറ്റംസ് കമന്റ് ചെയ്യും. പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കമന്റ്സിന് റിപ്ലൈയും കൊടുക്കും. തീർന്നു കൺസൾട്ടേഷൻ. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനും പറ്റേ. ഞാനും ഇറങ്ങാൻ നിൽക്കാം. തനമോള് വന്നപ്പോ തൊട്ട് പറയാം, കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലാണ്. അതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ്. അപ്പൊ നാളെ ഔട്ടർ സ്റ്റേഷൻ ആണല്ലേ? ജസ്റ്റ് ഡ്രൈവ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. ശരി ശരി. അതെ, ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാം. അതെ, എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. പുല്ല് അടിമാലിൽ നിന്ന് സാധനം കയറ്റാനുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ 2.5 മണിക്കൂറാണ് ലാഭം. ഇതിപ്പോ ആ 3-4 മല മുഴുവൻ കയറി ഇറങ്ങണം, ഒരാവശ്യമില്ലാണ്ട്. മലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്ത്? രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അതിന്റെ ഗുളി കഴിക്കണം. ഓ നശിപ്പ്. നിന്നെയൊക്കെ അക്ഷരം തെറ്റാണ്ട് വണ്ടി പണിക്കാരാന്ന് എങ്ങനെ പറയൂടാ? ആശാനുണ്ടായിരുന്നു ആൾക്കാർ. ആ ചേട്ടാ, 2 പ്ലേറ്റ് ദോശ. വേറെ സ്പെഷ്യൽ വല്ലതും വേണോ? ഓ സ്പെഷ്യലൊന്നും വേണ്ട. 2 ഡബിൾ ബുൾസൈ പറഞ്ഞാലേ? പറ ചേട്ടാ, 2 ഡബിൾ ബുൾസൈ. 2 ഡബിൾ ബുൾസൈ. ആശാനെ, ചതിച്ച ആശാനെ, വീണ്ടും വെച്ച്. ആർക്ക് കാണാനാ ഇത് വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? മോള് മഹേഷ് കൊണ്ട് കിടത്തോ ഞാൻ കിടത്തണോ? നീ കിടത്തിയാൽ മതി, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ? നാളെ ലോങ് ഡ്രൈവിലല്ലേ നമുക്ക്? ഒരു 1/2 hour 45 minutes ഡേ. അടുത്ത ആഴ്ചത്തെ കോൺഫറൻസിനുള്ള പ്രസന്റേഷനാ. നാളെ മറ്റന്നാളും ഒന്നും നടക്കത്തില്ല. ഇന്നൊരു കോമഡി ഉണ്ടായി. തനുമോള് പറഞ്ഞാണേ. എന്താ സംഭവം? അവളോട് ഞാൻ ചോദിച്ചു, നാളെ ഡാഡി ട്രിപ്പിന് കൊണ്ടുപോകല്ലേ, ഹാപ്പി ആണോന്ന്. അവള് പറയാ അവള് ഹാപ്പി ഹാഫേ ഉള്ളൂ, ബാക്കി പാതി സാഡാത്രേ. എന്താ 50-50? ഹാപ്പി എന്താന്ന് വെച്ചാൽ അവൾക്ക് മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. സാഡോ? അതാണ് തമാശ. അവള് പറയാ കാറിൽ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെന്ന്. അപ്പൊ ഹിന്റൊക്കെ തന്നു തുടങ്ങിയല്ലേ? അതിപ്പോഴൊന്നുമല്ല, കുറച്ച് നാളായി തനിച്ചിരിക്കുമ്പോൾ ബോറോട് പറയാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി മറയൂർ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈ കോൺഫറൻസ് ഇല്ലായിരുന്നു, ഒരു ദിവസം അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് പതുക്കെ വന്നാൽ മതിയായിരുന്നു. പരാതി പറയില്ല മഹേഷ്. നമ്മൾ എന്തിനാ ഓസ്ട്രേലിയൻ തിരിച്ചിങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ റോബോട്ടിക് ലൈഫ് സ്റ്റൈലും പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടല്ലേ? നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് പോകുന്നത്? എന്നിട്ടിപ്പോൾ 1 മാസം അടുപ്പിച്ചായി നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ട്. ഡു യു ഫീൽ എനി ഡിഫറൻസ്? ഡോണ്ട് വറി, ഈ ട്രിപ്പ് എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി. വെറുതെ പറയല്ല, ഐ മീൻ ഇറ്റ്. കിടന്നോ? മുറുക്കി കെട്ടിക്കോ, മല കയറി പോകാനുള്ള. ശരി. എന്തു പറ്റി ആശാനെ? ഇവന് ഇന്ന് ആശാൻ ഇപ്പൊ അയാളെടുത്തോട്ട് പോണ്ട. ഇച്ചായ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ? നാളെ വണ്ടി എടുക്കാൻ പറയുമ്പോൾ വണ്ടി കാണത്തില്ലെന്നല്ലേ? നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാം? വാ സംസാരിക്കാം. ഇങ്ങോട്ട് വാ, പറയട്ടെ. ആന്റണി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇതേ ഇവനിവിടെ വന്നതിന് ശേഷം ഞാനും എൻ്റെ ജോലിക്കാർ ഇതൊക്കെ അനുഭവിച്ചു തന്നെയാണ്. അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ ഈ സാധനത്തിന് ഇങ്ങനെ വെച്ച് ഉറപ്പിക്കുന്നേ? തല്ലി ഓടിച്ച് കളഞ്ഞൂടെ? എൻ്റെ കർത്താവെ, ഇവൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും?
എടാ അവനിവിടെ വന്നിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. ആ വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും എന്ന്. ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഒച്ചിന്റെ ശല്യം ഞങ്ങൾക്കുമുണ്ടായി. അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടിയായി. പിന്നെന്താ, ഇവിടുത്തെ 10 പേരുടെ പണി അവൻ ഒറ്റയ്ക്കെടുക്കും. 10 പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിയില്ല. അതൊക്കെ നിങ്ങളുടെ തലവേന. അതിനിപ്പോ ഞാനെന്നാ? എടാ അവനിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട്. ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല. ഇതിപ്പോ നിന്റെ വണ്ടി വന്നപ്പോഴാണ് അവനിങ്ങനെ. ഇച്ചാൻ പറയുന്നപ്പോ ഞാനിവനെ കൂടെ കൊണ്ടുപോകണമെന്നാണോ? അത് നിനക്ക് തീരുമാനിക്കാം. നിനക്ക് ഇവിടുന്ന് ഏറിയാൽ 9 മണിക്കൂറിന്റെ യാത്രയുള്ളൂ. അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആശാനെ കൊണ്ടുപോ ആശാനെ. ഇനിയും ഒച്ചിനത്തിനാ എനിക്ക് വയ്യ. എടാ അവൻ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ അവനെ നീ നിന്റെ കുടുംബത്തെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇറങ്ങൂടാ. ഇനി അഥവാ അവൻ ഇറങ്ങിയില്ലെങ്കിൽ നീ അവനെ കാന്തല്ലൂർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോ, അവര് നോക്കിക്കോളും. ഉള്ളി കയറിട്ടാ കണ്ട ചേ അവനെ ഉള്ളിരുത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലടാ. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളൂ. മോനെ നീ പുറകെ കയറാ. മഴ ഇപ്പൊ പെയ്യും. ഈ നട്ട വെയിലത്തല്ലി മഴ പെയ്യാൻ പോണം. മഴ പെയ്യുമ്പോട് വന്നിരിക്കുക കേട്ടോ. ഇപ്പൊ ചെല്ലടാ, ധൈര്യമായിട്ട് ചെല്ല. ശരി ചേ, ഞാൻ പോയിട്ട് വരാം. ചെല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് വേഗം വരുമോ? ഇനി തനിച്ചാണെന്ന് പറഞ്ഞ് ബോർഡ് പറയണ്ട. ശരി. മഹേഷ് ടെറസിലെ ഡോർ അടച്ചോ? ഞാൻ അടച്ചു. എന്റെ ലാപ്ടോപ്പ് ബാഗ് എടുത്തില്ലേ? എന്തിനാ? ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ എടുത്തില്ല. അതോളാം. Okay, let's go. എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല്? തനിക്കുട്ടിക്ക് എന്തോ മമ്മിയോട് ചോദിക്കാനുണ്ട് അല്ലേ മോളെ? Yes. ചോദിക്കാം. എന്താ? മമ്മിക്ക് ഡ്രൈവിംഗ് അറിയോ? പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ? കോളേജ് പഠിക്കുമ്പോഴേ എന്നെ ഞാൻ വണ്ടി ഓടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നേ. തള്ളല്ല, ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോയിക്കൊണ്ടിരുന്നേ. കോളേജിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. അറിയോ? എന്നിട്ടെന്താ അമ്മ ഇപ്പൊ ഡ്രൈവ് ചെയ്യാത്തയോ? മൊറട്ടൻ ഡാഡിയില്ലേ, ഇങ്ങേരെ കൂടെ ഇരുന്ന് വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് വെറുക്കാതിരിക്കുക? ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റ്, ഗിയർ മാറ്റോ. ഇത് വേണ്ടടുത്ത് ഉപയോഗിച്ചാ പോരെ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? അപ്പൊ ഡാഡി ഇല്ലാത്തപ്പോഴോ? മോള് കണ്ടിട്ടില്ല. ഡാഡി ഇല്ലാത്തപ്പോ ഞാൻ പറപ്പിക്കൂലേ? എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ നിന്റെ മമ്മി ഒന്ന് പറപ്പിക്കട്ടെ. ഇതെന്താ ചെയ്യണേ? നീ പറപ്പിക്കേ. ചേടാ പറപ്പിക്കട്ടാ.